നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ കാർത്തികിനെ തേച്ചത് കൂടാതെ അവൾ എന്റെ ആങ്ങളെയും തേച്ചു. നിന്റെ ആങ്ങളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. അവനെ എന്തൊക്കെ കിട്ടിയാ ഞാൻ 365 ദിവസം ഇടിക്കും. ജഗദീഷ് ചേട്ടാ, അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ചെമ്പകമംഗലത്തിന് നേരെ നിന്റെയും ആ മൈഥിലിയുടെയും ടാർഗറ്റ്? ടാർഗറ്റോ? അതെ, ഈ വീടിന്റെ സമാധാനം നശിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കരുതിക്കൂട്ടി നിങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നു. ഈ വീടിന്റെ സമാധാനം കളയാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. മൈഥിലിക്ക് പക മീനാക്ഷിയോടാ. ആ പക ഊതി കത്തിക്കാൻ നീ കൂട്ടു നിൽക്കുന്നു. നന്ദിനിയടുത്ത് മീനാക്ഷി കൂടെ സംസാരിക്കുന്ന വീഡിയോ നീ പകർത്തി അത് മൈഥിലിക്ക് കൊടുക്കുന്നു. എന്താ, ശരിയല്ലേ? അയ്യോ, ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല, ഞാൻ ഗണിച്ചെടുത്തതാ. നീ ചെയ്ത കാര്യം നിനക്കറിയാം. നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അതെനിക്കും അറിയാം. അയ്യോ, അത് മനസാവാച കർമ്മണ. കള്ളത്തരം പറയാം. ഞാൻ തെളിയിക്കും. നിന്റെ മൊബൈൽ ഞാനൊന്ന് പരിശോധിച്ചാ മതി. എന്താടി, പരിശോധിക്കണോ? ഇത്രയും നാള് സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഞാൻ നിന്നെ സഹിച്ചു. ഇനി ഞാൻ നിന്നെ സഹിക്കില്ല. ഒരിക്കൽ കൂടി, ഒരേ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരിക. ഇനിയും നീ തുടർന്ന കാർത്തിയുടെ ഡിവോഴ്സിന് മുമ്പ് നമ്മുടെ ഡിവോഴ്സ് നടക്കും. പറഞ്ഞേക്കാം. ജഗദീഷ് ചേട്ടാ, ഓഫീസിലേക്ക് ചെല്ലുമ്പോ കാർത്തിയേട്ടൻ വഴക്ക് വല്ലതും പറയോ അമ്മേ? ഒന്നും പറയില്ല, അവന് സന്തോഷാവും. ഇങ്ങനെ ഒരു വഴക്ക് നടന്നതായിട്ട് നീ ഭാവിക്കരുത്. മോളുടെ ഭർത്താവിന് ആഹാരമായിട്ട് ചെല്ലുമ്പോ അവന്റെ സബോർഡിനേറ്റ്സ് ഒക്കെ ഇത് കണ്ട് അത്ഭുതപ്പെടും. അവനതൊരു അഭിമാനമാവും അല്ലേ? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള സൗന്ദര്യ പണക്കങ്ങളൊക്കെ തീരുന്നത് വ്യത്യസ്തമായ പ്രണയങ്ങളിലാ, അല്ലേ ദേവി? എനിക്കറിയില്ല. അച്ഛനും അമ്മയും പിണങ്ങുന്നതിന് മുൻപ് ഇത്തരം പ്രണയത്തരികടകളൊക്കെ ഉണ്ടായിരുന്നോ? മോളെ, നീ പോവാൻ നോക്ക്. നേരെ ഉച്ചയായി. കാർത്തി വേറെ ആഹാരം കഴിക്കുന്നതിന് മുൻപ് നീ അന്ന് ചെല്ലണം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. അന്തരീക്ഷം ക്ലീൻ ആക്കിയിട്ട് പോയാ മതി. ആ മാലതിയും മൈഥിലിയും കാണാതെ പോകണമെന്നാ രാജലക്ഷ്മി ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതെ, അവരറിഞ്ഞാലേ അടുത്ത വേല വയ്ക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കാമെന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലല്ലോ ആ രണ്ടെണ്ണത്തിന്റെ ജീവിതത്തില്. ആ മോളെ, അതിങ്ങെടുത്തേ. ആ ഇലയും കൂടി എടുത്തു. ഇങ്ങോ കൊണ്ടുവാ. ഇതിനകത്തോട്ട് ആരുമില്ല. മോളെ ഞാൻ ഓട്ടോയിൽ കയറ്റിവിടാം. മോളെ, സ്പൂണുകളൊക്കെ ആ സഞ്ചിയിലുണ്ട് കേട്ടോ. വാ മോളെ, പ്രേതബാധ ഒന്നും ഏക്കാതെ പോണെങ്കിൽ ഇപ്പൊ ഇറങ്ങണം. സ്വന്തം വീട്ടിൽ പേടിയോടെ ജീവിക്കേണ്ട ഗുരുതരമായ അവസ്ഥയായല്ലോ എന്റെ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.